എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരു വഴി അടഞ്ഞാൽ 100 വഴികൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് തുറന്നു കിട്ടുകയാണ്. ഈ നക്ഷത്ര ജാതകർ കോടീശ്വര പദവിയിലേക്ക് ഉയരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും വരും ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് അറിയും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്തും ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇവരുടെ സ്വന്തം കഴിവുകൾക്കുള്ള അംഗീകാരം ലഭിച്ചു തുടങ്ങും. സാമ്പത്തിക സ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുന്ന തരത്തിൽ വളർച്ച ഉണ്ടാകും. കുടുംബകാര്യത്തിൽ സമാധാനം. ഏജൻസി ഇടപാടിൽ ഉള്ള തളർച്ച മാറ്റിയെടുക്കാൻ സാധിക്കും. സന്താനത്തിൻ്റെ പുതിയ ജോലിക്കാര്യത്തിന് ചില സഹായങ്ങൾ ലഭിക്കും. വിദേശത്ത് നിന്നും ശുഭവാർത്ത കേൾക്കാൻ യോഗമുണ്ട്. കല്യാണ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതായിട്ട് വരും. ഔദ്യോഗിക ചുമതലയിൽ മാറ്റത്തിന് ഇടവരും. പുതിയ തൊഴിൽ സ്ഥലത്ത് പ്രത്യേക പരിഗണന ഉണ്ടാകും. പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് ശ്രീമുരുകന് ഭസ്മാർച്ചന, ഹാരം, ഷഷ്ടിവ്രതം, ശങ്കരനാരായണന് നെയ്വിളക്ക്, പായസം അർച്ചന, ഭദ്രകാളിക്ക് പട്ട്, കടുംപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി പൂരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. അംഗീകാരം തേടിയെത്തും. വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്തും. വാടക ഗൃഹത്തിൽ നിന്ന് മോചനം. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം. കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൺ ഇടാൻ സാധിക്കും. സ്വന്തക്കാരുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കും. ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും. ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാഹന വായ്പാ കുടിശ്ശികകൾ വരും ദിവസങ്ങളിൽ തന്നെ തീർക്കാൻ ഒരു അവസരമുണ്ട്. ഇത് മനസ്സിനേറെ സമാധാനം നൽകും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് അർച്ചന, വെണ്ണ, ഹാരം, രക്തചാമുണ്ടിക്ക് ചുവന്ന ഹാരം, പട്ട്, പിതൃക്കൾക്ക് തിലഹവനം, അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ശുഭകാര്യ യോഗം. മത്സര രംഗത്ത് തന്ത്രപരമായ നിലപാട് മുഖേന സ്വന്തം നില ഭദ്രമാക്കാൻ സാധിക്കും. ഏജൻസിയിൽ മുഷിവ് വരാതെ ശ്രദ്ധിക്കണം. സർക്കാർ ജോലിക്ക് യോഗം ഉണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മത്തിന് മറ്റുള്ളവരിൽ നിന്ന് ഹൃദ്യമായ സഹകരണം ഉറപ്പാക്കാൻ സാധിക്കും. പുതിയ ജോലിക്കാര്യത്തിൽ പ്രതീക്ഷ. വിദേശത്ത് കാലാവധി നീട്ടിക്കിട്ടും. സ്വകാര്യ സ്ഥാപനത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കും. മെഡിസിൻ രംഗത്ത് ഉയർന്ന ഭരണകേന്ദ്രത്തിൽ ചാട്ടുളി പോലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കും. വാഹനയോഗം പൂവണിയും. കടമുറി സ്വന്തമാക്കും. വിദേശയാത്രയിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവർ ദോഷപരിഹാരമായിട്ട് വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ഹാരം, വെണ്ണ, അർച്ചന, വസ്ത്രം, ശ്രീ പാർവതിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, വെളുത്ത പൂക്കൾ, ആയില്യത്തിന് പൂജാദ്രവ്യം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഉന്നത പദവി യോഗം ജീവിതത്തിൽ ലഭിക്കാൻ പോകുകയാണ്. ദൂരദേശത്തും ശുഭകാര്യ യോഗം. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. മംഗളകർമ്മത്തിന് ധനം വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം. അതുപോലെ തന്നെ സന്താനത്തിൻ്റെ ജോലിക്കാര്യത്തിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സ്വദേശത്തും പുതിയ താമസ സ്ഥലം. കുടുംബകാര്യങ്ങളിൽ സമാധാനം. സ്ഥാനചലനത്തിനുള്ള സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും.
ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും. സഹായികൾ തിരികെ എത്തും. ലാഭകരമായ ഇടപാടുകളിൽ പങ്കാളിയാകാൻ അവസരങ്ങൾ കാണുന്നുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസിഹാരം, മഞ്ഞപ്പട്ട് അർച്ചന, ശാസ്താവിന് മുഖക്കാപ്പ്, നീരാജനം, ആയില്യത്തിന് 100 പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങൾ സാമ്പത്തിക പുരോഗതിക്കും മേന്മയുള്ള ജോലിക്കും അനുകൂല സമയമാണ്. ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനും അതിന് ചില ധനസഹായങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഉന്നതതല ബന്ധം മെച്ചപ്പെടുത്തും. പൊതുരംഗത്തുള്ള എതിർപ്പുകൾ തന്ത്രപരമായിട്ട് നേരിടും. തടസ്സപ്പെട്ട രജിസ്ട്രേഷൻ പൂർത്തിയാക്കും. അന്യദേശത്തുള്ള മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചനം. തുടർ വിദ്യാഭ്യാസത്തിന് സഹായം ലഭിക്കും. പുതിയ പ്രോജക്റ്റുകളുടെ രൂപരേഖയിൽ മാറ്റം വരുത്തും. മറുനാട്ടിൽ ഫ്ലാറ്റ് ആദായ വിലയ്ക്ക് സ്വന്തമാക്കും. കോടതി വിധി മുഖേന അവകാശം പുനഃസ്ഥാപിക്കും. ചിത്തിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാദേവന് ധാര, പ്രദോഷവ്രതം, കുവളമാല അർച്ചന, ആദിപരാശക്തിക്ക് പൊങ്കാല, പട്ട്, ശ്രീകൃഷ്ണന് തുളസിഹാരം, ത്രിമധുരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ സ്ഥലത്ത് പുതിയ ചുമതലകൾ വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ദൂരദേശത്തുള്ള മാനസിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറും. സന്താനത്തിൻ്റെ സ്ഥാനചലനത്തിന് ഉന്നതരുടെ സഹായം ലഭിക്കും. പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രമോഷൻ. മംഗളകർമ്മത്തിന് ഉറ്റവരിൽ നിന്നും അകമഴിഞ്ഞുള്ള സാമ്പത്തിക സഹായം ലഭിക്കും. ഷെയർ മാർക്കറ്റിൽ നേട്ടം. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഇട നൽകരുത്. പ്രണയവിരഹം കുറയും. സർക്കാർ തല അംഗീകാരം സിദ്ധിക്കും. വിവാദങ്ങളുടെ തീഷ്ണതയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. പുതിയ വിതരണ മേഖല കണ്ടെത്താൻ സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ വെണ്ണ, ഹാരം, അർച്ചന, പാർവതി ദേവിക്ക് സ്വയംവരാർച്ചന, നെയ്വിളക്ക്, ഹനുമാന് വെറ്റിലമാല അർച്ചന, വെണ്ണ സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഔദ്യോഗിക തലത്തിൽ ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ദൂരദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അവിടെ ജോലി ചെയ്യുന്നവർക്കും ചില മേന്മകൾ കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടു തുടങ്ങും. വ്യാപാര പുരോഗതി. പ്രമോഷൻ തടസ്സം മാറാൻ സാധ്യത. ഇൻ്റർവ്യൂവിൽ ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിൽ പുതിയ പദവി. കുടുംബ അന്തരീക്ഷത്തിൽ സമാധാന നില കൈവരും. ഉന്നതതല സമിതികളിൽ പങ്കാളിയാകാൻ അവസരമുണ്ട്. കലാരംഗത്ത് മികച്ച അവസരം ലഭിക്കും. പുതിയ സംരംഭത്തിന് സർക്കാർ പദ്ധതികളിൽ നിന്ന് ചില മേന്മ ഉണ്ടാകും. പൊതുരംഗത്ത് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്തരുത്. സ്വകാര്യ സ്ഥാപനത്തിൽ ആത്മസംഘർഷം വരാതെ ശ്രദ്ധിക്കണം. ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അർച്ചന, ഷഷ്ഠീവ്രതം, മുഖക്കാപ്പ്, മഹാദേവന് ധാര, പിൻവിളക്ക്, കുവളമാല, ഭസ്മാർച്ചന, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, വസ്ത്രം, താലി സമർപ്പണം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി പൂരാടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനവരവിൽ വലിയ വർധനവുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് അവരുടെ മേഖല മെച്ചപ്പെടുത്താനും പുതിയ അവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. തൊഴിൽ സ്ഥലത്ത് വ്യക്തിഗത നേട്ടം ഉണ്ടാകും. ഭരണതലത്തിൽ പുതിയ തന്ത്രങ്ങൾ പയറ്റാൻ അവസരമുണ്ട്. IT മേഖലയിൽ അംഗീകാരം. ബാധ്യതകളിൽ നിന്ന് മോചനം. സന്താനത്തിന് ദൂരദേശത്ത് പുതിയ തൊഴിൽ ഭാഗ്യം. വാടക ഗൃഹത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കും. പുത്തൻ വാഹനയോഗം. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം. വസ്തു ഇടപാടിൽ നേട്ടങ്ങൾ. ബന്ധുക്കളുടെ വ്യാപാര ബന്ധത്തിൽ പങ്കാളിയാകാൻ അവസരങ്ങളുണ്ട്. ചികിത്സാ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് അവിടെ തിരക്കുകൾ വർദ്ധിക്കുകയും
സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, ഉണ്ണിയപ്പം, ഹാരം, അർദ്ധനാരീശ്വരന് സ്വയംവരാർച്ചന, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.